പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം വന്നതോടെ കോൺഗ്രസ് രാഷ്ട്രീയമാകെ കലങ്ങി മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി അല്ലേ? അവരെ ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, പിന്നീട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, വലിയ പ്രതീക്ഷയിലായിരുന്നു അവർ ഇതുവരെ ഉണ്ടായിരുന്നത്. ഈ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് മാങ്കൂട്ടത്തിനെതിരെ വരുമ്പോൾ അതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നത് ഈ മാങ്കൂട്ടം മാത്രമല്ല, കോൺഗ്രസ് കൂടി അതിൻ്റെ ഇത് ഏൽക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ പാവഭാരം കോൺഗ്രസ് കൂടി ഏൽക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ എന്തായിരിക്കും ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാവി? കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാവി വളരെ ശോഭനമായി തീരുന്നു എന്നാണ് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് കാണിക്കുന്നത്. കാരണം കോൺഗ്രസ് രാഷ്ട്രീയം കേരളത്തിൽ നേരിട്ട എക്കാലത്തെയും പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊക്കെ തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. ആദ്യകാലം തൊട്ടേ ഉണ്ടത്. ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നു ഒരു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഒരു ഗ്രൂപ്പും ചാലപ്പുറം ഗ്യാങ് എന്ന് പറഞ്ഞ് മറുഭാഗത്തുണ്ടായിരുന്നൊരു കാലമുണ്ട്. പിന്നെ CKGയുടെ ഒരു ഗ്രൂപ്പിസം പിന്നെ ഉണ്ടായി വന്നൊരു കാലമുണ്ട്. പിൽക്കാലത്താണെങ്കിൽ AI ഗ്രൂപ്പുകൾ വളരെ സജീവമായി എന്ന കാലമുണ്ട്. അതിൽ ഒരു ഭാഗത്ത് I എന്ന് പറഞ്ഞാൽ ഈ ഇന്ദിര എന്നായിരുന്നെങ്കിലും അത് കേരളത്തിൽ കരുണാകരൻ ആയിരുന്നല്ലോ I എന്ന് പറയുന്നത്. അപ്പുറത്ത് A എന്ന് പറഞ്ഞാൽ ആൻ്റണിയാണ് എന്ന് A for ആൻ്റണി ആയിരുന്നെങ്കിലും അത് ഉമ്മൻചാണ്ടി നയിച്ച ഗ്രൂപ്പാണ്. അപ്പോൾ A for O ആയിരുന്നു അവിടെ. ഈ മലബാറിലാണെങ്കിൽ A ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ A for ആര്യാടനാണ്. അത് ആൻ്റണിയുമല്ല ഉമ്മൻചാണ്ടിയുമല്ല. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ അതിൻ്റെ തൊട്ട് മുമ്പാണെങ്കിൽ ഈ യുവ തുർക്കികളുടെ ഒരു ഗ്രൂപ്പ് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു പലപ്പോഴും. ഈ ഉമ്മൻചാണ്ടി, വയലാർ രവി, ആൻ്റണിയുടെ ഒരു കാലം. ഇപ്പോൾ അടുത്ത കാലത്ത് അതിന് ശേഷം വന്നൊരു കാലത്ത് 3-4 ഗ്രൂപ്പുകൾ, 4ാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. വയലാർ രവിയുടെ ഒരു ഗ്രൂപ്പ് കൂടി ശക്തിപ്പെട്ടു വന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു കാലം. ഇപ്പോൾ പിൽക്കാലത്ത് വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ കേരള രാഷ്ട്രീയത്തിൽ A ഗ്രൂപ്പിൻ്റെ പഴയ പ്രേതങ്ങളുണ്ട്, Iയുടെ പഴയ ബാക്കി പത്രമുണ്ട്. അതിനിടയിൽ KC വേണുഗോപാലിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരുന്നുണ്ട്. ഇതിലൊന്നും അല്ലാതെ K സുധാകരൻ്റെ ഗ്രൂപ്പ് വേറെ നിന്നിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു കാലമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രശ്നം ഈ പലതായി ഒരു ഗ്രൂപ്പിനോ 2 ഗ്രൂപ്പിനോ പകരം ഒരുപാട് ഗ്രൂപ്പുകൾ ഓരോരുത്തരും ഗ്രൂപ്പായി തീരുകയും ഓരോരുത്തരും ഓരോ തുരുത്തായി തീരുകയും ഓരോരുത്തർക്ക് ചുറ്റും സ്വന്തം അനുയായികളുടെ ഒരു ചെറിയ വൃന്ദം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ലേറ്റസ്റ്റ് ആയിട്ട് സതീശൻ സ്വന്തം ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി 2ആണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഉയർത്തുന്ന യഥാർത്ഥ ഭീഷണി സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പെർവേർട്ട്, അല്ലെങ്കിൽ പലതരത്തിലും മാനസികമായും ശാരീരികമായും ആരോഗ്യമില്ലാത്ത ഒരാൾ. അദ്ദേഹം എക്സ്പോസ്ഡ് ആവുന്നു. അദ്ദേഹം ഇത്രയേ ഉള്ളൂ, അതീവ ദുർബലനാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിലെ പ്രസിഡന്റ്ഷിപ്പ് രാജിവെക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളുടെ മലകൾ വലിയ കൊടുങ്കാറ്റ് പോലെ വന്നുകൊണ്ടിരിക്കുന്നു, ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ആരും ക്രിയേറ്റ് ചെയ്തതല്ല, ഏതെങ്കിലും ഗ്രൂപ്പിനെതിരെയോ വ്യക്തികൾക്കെതിരെയോ ഇപ്പോൾ ചാരക്കേസ് പോലെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല, പ്ലാൻ ചെയ്തതുമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ കേരള കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കും എന്നതാണ്. ഈ ഇഷ്യൂവിൽ ഞാൻ കാണുന്നത് പ്രതിസന്ധികളും വെല്ലുവിളികളും വരുമ്പോഴാണ് പലപ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിയും ശക്തിപ്പെടുക. കേരളത്തിലെ കോൺഗ്രസ് ഇതൊരു അവസരമാക്കി എടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്ന കാര്യം ഒറ്റ വാക്യത്തിൽ പറയാവുന്നതേ ഉള്ളൂ. VD സതീശൻ എന്ന നേതാവ് കേരളത്തിലെ കോൺഗ്രസിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അപ്രമാദിത്വമുള്ള ഒരു വൻ ശക്തിയായി മാറുകയും മറ്റെല്ലാ ഗ്രൂപ്പുകളും VD സതീശൻ്റെ ഉപഗ്രഹങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കീഴെ നിൽക്കുന്നവരോ ആയി മാറുന്നു എന്നതാണ്. ഈ ചിത്രം നമ്മൾ കാണുന്നത് കുറച്ചു മുമ്പ് കഴിഞ്ഞ കൊല്ലം കേട്ടിരുന്നത് കേരളത്തിൽ അടുത്ത തവണ UDF അധികാരത്തിൽ വന്നാൽ ആരാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ പ്രചരിപ്പിച്ചിരുന്നത് കോൺഗ്രസ്സിന് ഒരേ സമയം 5-6 മുഖ്യമന്ത്രിമാരുണ്ട് എന്നാണ്. പക്ഷേ AICCയിൽ VD സതീശൻ തന്നെ അന്ന് കൊടുത്ത വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മറുപടി, എന്നെ പ്രതിപക്ഷ നേതാവാക്കിയതിന് തന്നെ നന്ദി, ഞാൻ എൻ്റെ പണി ഭംഗിയായി എന്നെക്കൊണ്ടാവുന്ന വിധം ചെയ്തോളാം, ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന് ഭരണം കിട്ടുമ്പോൾ പാർട്ടി തീരുമാനിച്ചു കൊള്ളുക. അത് ഒരു ടേം ഇപ്പോൾ രമേശ് ചെന്നിത്തല ആയാൽ പോലും എനിക്ക് യാതൊരു വിരോധവുമില്ല, പാർട്ടി ഭരണത്തിൽ വരികയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ധരിച്ചത് VD സതീശൻ ഒരു B ടീമിലായി നിൽക്കുകയും വേണ്ടി വന്നാൽ പാർട്ടിയുടെ ഏത് തീരുമാനത്തിനും വഴങ്ങുന്ന ഒരു ഫ്ലെക്സിബിളായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുമാണ്. പക്ഷേ ആ ഒരു കൊല്ലം കൊണ്ട് ഒഴുകിപ്പോയ വെള്ളം വളരെ കൂടുതലാണ്. കേരളത്തിലെ കോൺഗ്രസ് ഒരുപാട് മാറിയിരിക്കുന്നു.
പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ജോലി വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി പാർട്ടിക്കകത്ത് KPCC പ്രസിഡൻ്റായിരുന്ന കെ സുധാകരൻ്റേതാണ്. അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും വി ഡി സതീശനെതിരായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. വളരെ പ്രകടമായിരുന്നു അദ്ദേഹത്തിൻ്റെ അമർഷം മുഴുവനും, അമർഷവും രോഷവും നീരസവും ഒക്കെ. പക്ഷേ എത്ര സമർത്ഥമായിട്ടാണ് വി ഡി സതീശൻ അദ്ദേഹം പ്രതിസ്ഥാനത്ത് പോലും വരാത്ത തരത്തിൽ പുഷ്പം പോലെ ഒരു ഇലകൂട്ടിയെടുത്ത് കെ സുധാകരനെ മാറ്റി നിർത്തിയത്. അത് വളരെ സമർത്ഥമായിട്ടാണ് അദ്ദേഹം മാനേജ് ചെയ്തത്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടത് പിന്നെ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റുമായി. സണ്ണി ജോസഫ് ഒരു കലഹപ്രിയനല്ല, സണ്ണി ജോസഫ് നല്ല കോർഡിനേറ്ററാണ്. സണ്ണി ജോസഫ് വളരെ സൗമ്യമായി പ്രതിപക്ഷ നേതാവിനെ ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ്. പ്രതിപക്ഷ നേതാവിനോടൊപ്പം നിൽക്കുക അല്ല. കെ സുധാകരനും വി ഡി സതീശനും ഉണ്ടായിരുന്ന ഒരു കാലം അറിയാലോ, രണ്ടുപേരും രണ്ട് കസേര ഉണ്ടായാലേ പത്രസമ്മേളനം നടക്കുള്ളൂ. ഞാനോ നീയോ എന്ന പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ സണ്ണി ജോസഫിന് മുമ്പിൽ അതില്ല. വി ഡി സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല സണ്ണി ജോസഫ് എവിടെ പോകുമ്പോഴും വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടെ കൊണ്ടുപോകുന്നു. അതിന് ഒരു കൃത്യമായ സാമുദായിക സമവാക്യം കൂടി പാലിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സമർത്ഥമായൊരു മാനേജ്മെൻറ്റാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വി ഡി സതീശൻ വളരെ സേഫാണ്. ഇപ്പോൾ വളരെ കംഫർട്ടബിൾ സോണിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിനിടയിൽ ഇവർ നേരിട്ട ഏറ്റവും ഒടുവിലത്തെ പ്രതിസന്ധിയായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF LDF എന്നുള്ളതല്ല പ്രശ്നം. PV അൻവർ എന്ന എലമെൻറ്റിനെ എങ്ങനെ ഫിനിഷ് ചെയ്യും എന്നാണ്. ഞാൻ പോലും ആലോചിച്ചിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ട് നിന്ന് ക്യാമ്പയിൻ നിന്ന് മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചത് എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കോൺഗ്രസ് നേരിടുക എന്നാണ്. പക്ഷേ പുഷ്പം പോലെയാണ് വി ഡി സതീശൻ നേരിട്ടത്. അദ്ദേഹം മുന്നണിയെ വിശ്വാസത്തിലെടുത്തു, കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തു. എന്നിട്ട് അദ്ദേഹം കൃത്യമായി പാർട്ടിക്ക് വേണ്ടി നിലപാടെടുത്തു. പാർട്ടി സ്ഥാനാർത്ഥിയെ PV അൻവർ പ്രഖ്യാപിക്കാൻ പാടില്ല. PV അൻവർ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിയെ ആദ്യം ബോധ്യപ്പെടുത്തി. PV അൻവർ വളരെ ഭീകരമായ കളിയാണ് കളിച്ചത്. നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാവണമെന്ന് കോൺഗ്രസിന് വേണ്ടി PV അൻവർ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അത് അപ്പുറത്ത് I ഗ്രൂപ്പിൻ്റെ ആളാണെന്ന് അറിയപ്പെടുന്ന VS ജോയി ആയിത്തീരുന്നു. അതൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആയിത്തീരുന്നു. ഇപ്പുറത്തൊരു മുസ്ലിം കാൻഡിഡേറ്റാണ് ആര്യാടൻ ഷൗക്കത്ത്. പലതരത്തിലുള്ള കളിയാണ്. അപ്പോൾ അങ്ങനെ കളിച്ചപ്പോൾ അൻവർ ഉദ്ദേശിച്ചത് കോൺഗ്രസിൽ നിന്ന് തന്നെ 2 സ്ഥാനാർത്ഥികളുടെ പേര് തത്തുല്യമായിട്ട് ഉയർന്നു വന്നാൽ വളരെ കൃത്യമാണ് ഗെയിം. കാരണം അവിടെ പിണറായി സത്തിനെതിരായിട്ട് പൊരുതാൻ രാജിവെച്ച് വന്ന് സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന MLA ഉണ്ടല്ലോ. അപ്പോൾ അൻവറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി കളയാം. UDF പിന്തുണയോടെ അൻവർ മത്സരിച്ച് രാജിവെച്ച സീറ്റിൽ അദ്ദേഹത്തിന് തന്നെ മത്സരിച്ച് ജയിക്കാം. സമർത്ഥമായിട്ടാണ് വി ഡി സതീശൻ കൈകാര്യം ചെയ്തത്. വി ഡി സതീശൻ പറഞ്ഞത് എത്ര സമർത്ഥമാണെന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസിന്റെ കാൻഡിഡേറ്റിനെ കോൺഗ്രസ് പ്രഖ്യാപിക്കും. അൻവർ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ കളിക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ VS ജോയി ആദ്യം ബോധ്യപ്പെടുത്തി കൂടെ നിർത്തി. VS ജോയി അൻവറിനെ തള്ളിപ്പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് VS ജോയിയുടെ കൂടി പിന്തുണയോടുകൂടി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് പറഞ്ഞു ഇനി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണക്കാം. UDFന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുകൊണ്ട് അൻവർ കൂടെ നിന്നാൽ അൻവറിന്റെ കാര്യം മുന്നണിയിൽ എടുക്കുന്ന കാര്യം പരിഗണിക്കാം. അത് സാധ്യമല്ല എന്ന് വി ഡി സതീശൻ നന്നായിട്ട് അറിയാം. കാരണം അൻവറിന് ആരെ ദഹിച്ചാലും ആര്യാടൻ കുടുംബത്തിന് ദഹിക്കുകയില്ല. ആര്യാടനോടുള്ള വിരോധമാണ് അൻവറിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് അൻവർ എന്ന നമ്മൾ വിചാരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ പുഴുക്കുത്ത് എന്നേക്കുമായി അവസാനിച്ചു. അൻവർ എന്ന് പറയുന്ന ഒരു കൾട്ട്, അൻവർ എന്ന് പറയുന്ന ഒരു സംസ്കാരം കേരള രാഷ്ട്രീയത്തിൽ അവസാനിപ്പിച്ച നേതാവിൻ്റെ പേര് വി ഡി സതീശൻ എന്നാണ്. ഞാൻ അത്ഭുതത്തോടെ കണ്ടു ആ ഒരു നേതൃപാടവം. അത് കഴിഞ്ഞ് അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്താ? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ആണ് എന്ന വ്യാജേന വി ഡി സതീശനും KPCC നേതൃത്വത്തിനും എതിരായിട്ട് പലരും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ K മുരളീധരൻ ഉൾപ്പെടെ എവിടെയും പിടികിട്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് വി ഡി സതീശൻ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. രണ്ടാമത് MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുമ്പോൾ പലരും ഉന്നയിച്ചൊരു ചോദ്യം, ഷാഫി പറമ്പിൽ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദറായി നടക്കുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിലെ യുവ തുർക്കികളുടെ നേതാവായി നിൽക്കുന്ന ഷാഫി പറമ്പിൽ, ഒരു ഘട്ടത്തിൽ ഭാവി മുഖ്യമന്ത്രി എന്ന് പോലും വാഴ്ത്തപ്പെട്ട ഷാഫി പറമ്പിൽ പോലും എത്തി നിൽക്കുന്നത് ഇപ്പോൾ MLA ഷിപ്പ് രാജിവെക്കണമെന്ന് പറയാൻ ഇടതുപക്ഷത്തിന് പോലും സാധിക്കുമോ എന്ന ചോദ്യമാണ്. ഇന്നലെ വി ഡി സതീശൻ പത്രക്കാരുടെ മുമ്പിൽ നിന്ന് അപാരമായ ആത്മവിശ്വാസത്തോടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഞങ്ങളോട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയാനുള്ള ധാർമ്മികമായ ശേഷിയുള്ള ഒരാളും കേരളത്തിലില്ല. എന്നാൽ അവർക്കൊന്നുമില്ലാത്ത ഒരു ചരിത്രപരമായ പാരമ്പര്യം, കീഴ്വഴക്കം കോൺഗ്രസ് ഇതാ സൃഷ്ടിക്കാൻ പോകുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ കണ്ടുകൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഷിപ്പ് രാജിവെച്ചിരിക്കും എന്ന് മാത്രമല്ല രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ തന്നെ
ഇനി അങ്ങോട്ട് വി ഡി സതീശൻ്റെ തീരുമാനത്തിന് കാതോർത്ത് നിൽക്കും. കാരണം വി ഡി സതീശനായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ആര് സ്ഥാനാർത്ഥിയാകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്തൊരു നേതാവായി കെ സി വേണുഗോപാലിനും മീതെ വി ഡി സതീശന് വന്ന് നിൽക്കുന്നു എന്നതാണ് ഈ രാഷ്ട്രീയ പരിണാമം, ഏറ്റവും പുതിയ രാഷ്ട്രീയ പരിണാമം. അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യും. ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുക, ഒരു 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 എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുക. അത് കോൺഗ്രസ്സിന് നല്ലതാണ്, UDF നല്ലതാണ്, അതുവഴി അത് കേരളത്തിനും നല്ലതാണ്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ ആരോഗ്യകരമായ ഒരു സംവാദമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ വളർന്നിരിക്കുന്നു എന്ന് കാണാനും വി ഡി സതീശൻ്റെ തീരുമാനങ്ങൾക്ക് കാതോർക്കാനുമാണ് ഇനിയുള്ള മണിക്കൂറുകൾ നമ്മെ പ്രേരിപ്പിക്കുന്നത്.